Hi friends, welcome back to my channel Vasuj Creation. Vasujinte പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഒഴിച്ചുകറി റെസിപ്പിയാണ്. പരിപ്പും തക്കാളിയും ചെറിയുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോ കാണാം. നമ്മളൊരു 100-150 ഗ്രാം പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് നമ്മൾ ഒരു വിസിലോ 2 വിസിലോ നിങ്ങളുടെ കുക്കറിൻ്റെ അളവിനനുസരിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളായ ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത്. അതിനുശേഷം ഒരു കുക്കിംഗ് പാനും അതുപോലെ തന്നെ ഒരു പോട്ടോ എന്തെങ്കിലും നിങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജീരകവും കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ കടുകും നമ്മൾ 1/4 ടീസ്പൂൺ എടുത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ഒരു ചെറുതായി നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒരു 10-20-25 ചെറിയുള്ളി ഉണ്ടാവും. 2 ആയിട്ട് കട്ട് ചെയ്തതാണ് നമ്മളിത്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ആവണ ഒരു ടൈപ്പ് വരയ്ക്ക് ആ ടൈം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ചെറിയുള്ളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ ഒരു 4 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 5-6 എടുത്തോ. വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു 4 തക്കാളി എടുത്തിട്ട് ഒരുപാട് കനം കുറച്ച് അരിയരുത്. ഒരു മീഡിയം സൈസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ലെവലിൽ നമ്മളൊരു മീഡിയം സൈസ് ഒരു 4 ആയിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് ഇനി ചേർക്കേണ്ടത്. മല്ലിപ്പൊടി അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു പിഞ്ച് ചേർത്താൽ മതിയാവും കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം എല്ലാം മാറുന്നത് വരയ്ക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളിയൊക്കെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് ആ മസാലൻ്റെ പച്ചവയ്ക്കൊന്ന് മാറുമല്ലോ, അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരുപാട് പുളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഇട്ട് കറി ആയതുകൊണ്ട് പുളി അധികം ചേർക്കണ്ട. എന്നാലും കുറച്ച് ആവശ്യത്തിന് പുളിയും കൂടി ചേർത്താലാണ് അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ പുളി വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു കപ്പാണ് പുളിവെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാലയും പുളിയെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനിയാണ് മെയിനായിട്ട് നമ്മൾ പരിപ്പ് ഉടച്ചത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ പരിപ്പ് ചേർക്കുന്ന സമയത്ത് തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ എല്ലാ ചേരുവയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് അടച്ച് വെച്ച് നമ്മളൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി. അതുപോലെ തന്നെ നമ്മൾക്ക് ഒഴിച്ചുകറിയൊന്നും പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ചുകറി തന്നെയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പരിപ്പ് കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നാടൻ കറികൾക്കൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നന്നായിട്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് മുറിച്ച് മാറ്റിയ ഇത് മാത്രമേ ചേർക്കാനുള്ളൂ. മല്ലിയില മാത്രം മേലെ തൂവി കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള നാടൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് അപ്പോൾ കഴിഞ്ഞു കേട്ടോ പരിപാടി. അപ്പോൾ മല്ലിയില കൂടെ തൂവിക്കെടുക്കുമ്പോൾ പെർഫെക്റ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചൂട് ചോറിനൊപ്പം പപ്പടവും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയോ പപ്പടം ഉപ്പേരി മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പപ്പടവും മെഴുക്കുവരട്ടിയും കറിയൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു എഗ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇതിനും കോമ്പിനേഷൻ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പരിപ്പ് കറി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കണം കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ വീഡിയോ കണ്ടത് വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്. ബൈ ആൻഡ് ടേക്ക് കെയർ. നമ്മൾ ഇതിനോടൊപ്പം പപ്പടവും അതുപോലെ തന്നെ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തോരൻ വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അതിന്. അപ്പോൾ ചൂട് ചോറും വാഴക്കൂമ്പ് തോരനും പരിപ്പ് കറിയും പിന്നെ അച്ചാർ എടുക്കുകയാണെങ്കിൽ ഉപ്പിലിട്ടത് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് കഴിച്ചത്. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ലോട്ട്. ബൈ ടേക്ക് കെയർ. ഇനി എന്തുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.